മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണുന്ന വീഡിയോ മാങ്ങായിഞ്ചി എന്ന് പറയുന്ന സുഗന്ധ ഭക്ഷണത്തെ പറ്റിയാണ്. നമ്മുടെ കേരളത്തിൽ വിവിധ സ്ഥലങ്ങളിൽ ധാരാളമായി വളർന്നു വരുന്ന ഒരു സുഗന്ധ ഭക്ഷണമാണ് മാങ്ങായിഞ്ചി. കാഴ്ചയിൽ മഞ്ഞളിനോട് സമാനമായ രൂപവിശേഷണങ്ങളെങ്കിലും ഗുണത്തിലും അതുപോലെ ഗന്ധത്തിലും വളരെയധികം വ്യത്യാസമുള്ള ഒരു സുഗന്ധ ഭക്ഷണമാണ് മാങ്ങായിഞ്ചി. ഇഞ്ചി വർഗത്തിൽപ്പെട്ട മഞ്ഞൾ, ഇഞ്ചി ഇതെല്ലാം ഒരേ വർഗത്തിൽപ്പെട്ടതാണ്. അപ്പം വ്യത്യസ്ത ഗുണങ്ങളുണ്ട്. ഇഞ്ചിക്ക് വേറൊരു ഗുണമാണ്, മഞ്ഞളിന് വേറൊരു ഗുണമാണ്, മാങ്ങ ഇഞ്ചിക്ക് വേറൊരു ഗുണമാണ്. അപ്പോൾ ഇഞ്ചിയും മാങ്ങ ഇഞ്ചിയും തമ്മിൽ നമുക്ക് വ്യത്യാസം നേരിട്ട് ബോധ്യപ്പെടുന്ന കാര്യമെന്ന് വെച്ചാൽ ഇത് ഏറെക്കുറെ മഞ്ഞ നിറമാണ്. മഞ്ഞളിൻ്റെ തൊലിക്കും അതുപോലെ തന്നെ അതിൻ്റെ കിഴങ്ങിനുമൊക്കെ മഞ്ഞ നിറമാണ്. എന്നാൽ ഈ മാങ്ങായിഞ്ചിയുടെ ഈ ഇഞ്ചിക്ക് വെളുത്ത നിറമാണ്. നമ്മളിങ്ങനെ തൊലി ഇളക്കി നോക്കിയാൽ വെളുത്ത നിറം. അതുപോലെ തന്നെ ഇതിൻ്റെ ഗന്ധം പച്ചമാങ്ങയുടെയും ഇഞ്ചിയുടെയും ഗന്ധമാണ് ഈ മാങ്ങായിഞ്ചിക്കുള്ളത്. എന്നാൽ മഞ്ഞളിന് മറ്റൊരു ചെറിയ രൂക്ഷമായ ഒരു ഗന്ധമാണ് മഞ്ഞളിലുള്ളത്. അപ്പം ഇങ്ങനെ മുറിച്ച് കഴിയുന്നുണ്ടെങ്കിൽ മഞ്ഞ കളറും ആയിരിക്കും. പിന്നെ എൻ്റെ ഗുണം എന്ന് പറയുമ്പോൾ ഇത് ഒരു വിഷഹാരിയാണ്. നമ്മുടെ ശരീരത്തിലും അതുപോലെ നമ്മുടെ ഭൂമിയിലുള്ള വിഷത്തെ നിർവീര്യമാക്കാൻ കഴിയുന്ന ഒരു സുഗന്ധവ്യഞ്ജനമാണ് മഞ്ഞൾ. എന്നാൽ ഇതിന് അങ്ങനെയുള്ള ഗുണങ്ങളില്ല. നമ്മുടെ വിഷാംശത്തെ നിർവീര്യമാക്കാൻ, നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന വിഷാംശത്തെ നിർവീര്യമാക്കാനുള്ള കഴിവൊന്നുമില്ല. പകരം നമ്മൾ ഇത് കറികളിൽ ഉപയോഗിക്കുമ്പോൾ, കറികളെന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത് ഈ മീൻ കറി, മത്സ്യം കറി വയ്ക്കുമ്പോൾ ഇത് ഒരു ചെറിയ കഷ്ണം അതിനകത്ത് നമ്മൾ ചേർക്കുകയാണെന്ന് വെച്ചാൽ ഒന്നുകിൽ അരച്ച് ചേർക്കാം, അതല്ലെങ്കിൽ ഇത് വൃത്തിയാക്കിയതിന് ശേഷം ചെറു കഷ്ണങ്ങളാക്കി അതിനകത്താം. അങ്ങനെ എങ്ങനെ ചേർത്താലും ആ കറിക്ക് നല്ല സുഗന്ധം ആയിരിക്കും, നല്ല സുഗന്ധം. ഒപ്പം ഒരു ഇഞ്ചിയുടെ ഒരു ചെറിയ ഒരു ഗുണവും ഒപ്പം മാങ്ങയുടെ ഒരു ചെറിയ ഗുണവും അതിനകത്ത് ചേരും. അപ്പോൾ തന്നെ കൂട്ടാൻ സ്വാദിഷ്ടമായിരിക്കും, സുഗന്ധമുണ്ടായിരിക്കും, സ്വാദിഷ്ടമായിരിക്കും. അപ്പോൾ ഇഞ്ചി, കച്ചോലം, മഞ്ഞൾ, മാങ്ങ ഇഞ്ചി ഇതൊക്കെ ഏറെക്കുറെ സമാന വർഗത്തിൽപ്പെട്ട വിളകളാണ്. എന്നാൽ ഇഞ്ചിയെപ്പോലെയോ മഞ്ഞളിനെ പോലെയോ പോലും പ്രയാസമില്ലാതെ നമുക്ക് നട്ടു വളർത്തി പരിപാലിക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ്, ഒരു ഫലഭഞ്ജനമാണ് ഈ മാങ്ങ ഇഞ്ചി എന്ന് പറയുന്നത്. ഇഞ്ചിയുടെ ഗുണങ്ങളൊന്നുമല്ല ഇതിനുള്ളത്, പക്ഷേ മാങ്ങ ഇഞ്ചി എന്ന പേരിലാണ് നമ്മളിതിനെ അറിയപ്പെടുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പോൾ സ്ഥലവിസ്തൃതി കുറഞ്ഞു വരുന്നതുകൊണ്ടാണ് പലരും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാത്തത്. അതിനൊരു പരിഹാരമാണ് ഈ ചാക്കിലെ കൃഷി. അപ്പോൾ ചാക്കിലെ, ഗ്രോ ബാഗിലെ, ചട്ടിലൊക്കെ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ പലരും പറയുന്നുണ്ട് ഈ പ്ലോട്ടിംഗ് മിശ്രം എന്ന് പറഞ്ഞാൽ മണ്ണും വളവും ചകിരിച്ചോറും എല്ലാം കൂടെ കൂട്ടി ഇളക്കിയാണ് നമ്മൾ പ്ലോട്ടിംഗ് മിശ്രം തയ്യാറാക്കുന്നത്. എന്നാൽ ചകിരിച്ചോറിനൊക്കെ വിലയാണ്. അതുപോലെ തന്നെ ഈ മണ്ണ് മണ്ണ് വാരിക്കൊണ്ട് വരാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഇല്ല, നമ്മൾ പറയാൻ പറ്റത്തില്ല. സ്ഥലവിസ്തൃതി കുറഞ്ഞു വരുവാണ്. പലരും ഇന്ന് വാടക വീടുകളിലും അതുപോലെ തന്നെ ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്ന ഒരു സിസ്റ്റമാണ്. അങ്ങനെ വരുമ്പോൾ ഈ സസ്യങ്ങളുമായിട്ടുള്ള ബന്ധം നമുക്ക് ഇല്ലാതാവുകയാണ്. സസ്യങ്ങളുമായിട്ടുള്ള ബന്ധം ഇല്ലാതാവുമ്പോൾ, പ്രത്യേകിച്ചും ഔഷധ ഗണത്തിൽപ്പെട്ട ഇത്തരത്തിലുള്ള സസ്യങ്ങളുമായിട്ടുള്ള ബന്ധം ഇല്ലാതാകുമ്പോൾ ശാരീരിക മാനസിക അവസ്ഥകൾക്ക് നമുക്ക് വ്യത്യാസം ഉണ്ടാകും എന്നുള്ളത് മറക്കാനാവാത്ത അല്ലെങ്കിൽ വിസ്മരിക്കാനാവാത്ത ഒരു സംഗതിയാണ്. അപ്പോൾ അതിന് ഈ ചെടിച്ചട്ടിലും ചാക്കിലും ഒക്കെ നമ്മൾ പ്ലോട്ടിംഗ് മിശ്രം തയ്യാറാക്കുമ്പോൾ സത്യത്തിൽ ഈ ചകിരിച്ചോറ് ഒന്നും നമ്മൾ വാങ്ങിക്കേണ്ട കാര്യമില്ല. ചകിരിച്ചോറ് നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ തന്നെ ഇത് ഒരു 2-3 ദിവസം ഈ ചകിരിച്ചോറ് വെള്ളത്തിലിട്ടിരുന്ന് ആ വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം മാത്രമേ ചകിരിച്ചോറ് ഉപയോഗിക്കാവൂ എന്നുള്ളതാണ് സത്യം. കാരണം ചകിരിക്കകത്തൊരു കറയുണ്ട്. ഈ കറ നമ്മൾ നടുന്ന ഈ ഏത് സസ്യമായാലും ആ സസ്യത്തിൻ്റെ വളർച്ചയെ സ്വാധീനിക്കും. അതായത് വളർച്ച മുരടിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യമാണ് ഞാനിവിടെ പ്രതിപാദിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ചെയ്യുന്ന എല്ലാ ചാക്കിലെ കൃഷിക്കും അതുപോലെ തന്നെ നമ്മൾ ചട്ടിയിലെ കൃഷിക്കും ഗ്രോ ബാഗിലെ കൃഷിക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ ഈ കരിയിലയാണ്. നമുക്കറിയാം, ഈ കരിയില സുലഭമായിട്ട് കിട്ടുന്ന ഒരു വസ്തുവാണ് ഈ കരിയില എന്ന് പറയുന്നത്. നമ്മൾ ഈ കരിയില ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി കരിയിലയോ ഈ ചകിരിച്ചോറോ ഒന്നും ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മൾ ഈ നിറയ്ക്കുന്ന ഈ മണ്ണ് മാത്രമായി കഴിഞ്ഞാൽ ഈ മണ്ണ് അങ്ങ് കട്ട പിടിക്കും. മണ്ണ് കട്ട പിടിക്കുന്നുടനെ ഈ സസ്യങ്ങൾക്ക് അതിൻ്റെ വേര് ഓടി വേര് ഓടാനുള്ള ആ ഒരു ഇത് കിട്ടത്തില്ല, മൃദുത്വം കിട്ടത്തില്ല. അങ്ങനെ വേര് വളർച്ച മുരടിക്കും. നമുക്കറിയാം, ഏതൊരു സസ്യത്തിൻ്റെയും നിലനിൽപ്പും വളർച്ചയും മെച്ചപ്പെട്ട വിളവും തരുന്നത് പ്രധാനമായിട്ടും വേര് പടലമാണ്. വേര് പടലം മണ്ണിൽ നിന്നും വളം വലിച്ചെടുത്ത്
ആ വളം ഉപയോഗിച്ച് ഈ സസ്യം വളരുകയും ആ വളർച്ചയ്ക്ക് ശേഷം മിച്ചം വരുന്ന അതിൻ്റെ ആഹാര സാധനങ്ങളാണ് ഫലമായിട്ട് നമുക്ക് തരികയും ചെയ്യുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ കരിയില നമ്മൾ ചാക്കിനകത്ത് നിറയ്ക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ചെടിച്ചട്ടിയിൽ നിറയ്ക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഗ്രോ ബാഗിൽ നിറയ്ക്കുകയാണെങ്കിൽ, ഈ കരിയില ക്രമേണ ഇതൊരു വളമായി മാറുകയാണ്. അപ്പോൾ ഈ പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണുമൊക്കെ ഇടുവാണെങ്കിൽ ഒരിക്കലും ഈ മണ്ണ് സെറ്റാവുന്നില്ല. കാരണം കരിയിലയും മണ്ണും തമ്മിൽ വിഘടനമുണ്ടായി വളരെ മൃദുത്വമുള്ളതായ അതിൻ്റെ സസ്യങ്ങൾക്ക് നടന്ന ഏത് സസ്യമാണെങ്കിലും ആ സസ്യത്തിൻ്റെ വേരുപടലങ്ങൾക്ക് വളർച്ച ത്വരിതപ്പെടുത്താനുള്ള എല്ലാ സംവിധാനങ്ങളും അതിനകത്ത് ഉണ്ടാവുകയും കരിയിലയിൽ നിന്നും പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന വളം വലിച്ചെടുക്കാനോ കഴിയുന്നു. ഒപ്പം കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നാൽ മണ്ണ് മാത്രമാണ് ചേർക്കുന്നതെങ്കിൽ ധാരാളം വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുകയും വേണം. ഒപ്പം പിന്നെ ഇത് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന മണ്ണങ്ങ് സെറ്റായി, മണ്ണ് കട്ടിയായി ഇതിൻ്റെ വേരിന് വളർച്ച ഇല്ലാതാവുകയും ആ നടുന്ന സസ്യം അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം ലഭ്യമല്ലാതാക്കി തീർക്കുകയും ചെയ്യുന്നു. ഇതാണ് ഇതിൻ്റെ സത്യം. അതുകൊണ്ടാണ് ഇലഞ്ഞൂർ ബ്ലോഗ് ശുപാർശ ചെയ്യുന്നത് കരിയിലയാണ് നമുക്ക് ആവശ്യം. കരിയിലയ്ക്ക് ഒരു പ്രയാസവുമില്ല. എവിടുന്ന് വെള്ളം നമുക്ക് കരിയില വരാം. ഇപ്പം ഫ്ലാറ്റിലോ വാടകയ്ക്കോ താമസിക്കുന്ന കക്ഷികൾക്ക് ഒരു ചാക്കുമായിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ ഏത് പുരയിടത്തു നിന്നും കുറച്ച് കരിയില വരാം, അല്ലെങ്കിൽ റോഡ് സൈഡിൽ നിന്ന് വരാം. അതല്ലെങ്കിൽ റോഡ് സൈഡിൽ വെറുതെ കിളിച്ചിരിക്കുന്ന ഈ കാട്ടുചെടികൾ അത് വേരൊഴിച്ചുള്ള ഭാഗങ്ങൾ അറുത്തെടുത്ത് അതെവിടെങ്കിലും കൊണ്ട് കൂട്ടി അതിന് മുകളിൽ വെള്ളം തളിച്ചതിന് ശേഷം ഒരു പ്ലാസ്റ്റിക് ഷീറ്റിട്ട് മൂടാമെങ്കിൽ അത് കരിയില കമ്പോസ്റ്റായിട്ട് മാറും. അത് നമ്പർ 1 വളമാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ചാക്കിനകത്തോ ഗ്രോ ബാഗിനകത്തോ ചട്ടിയിലോ ഒക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ കൂട്ടിലടച്ച് വളർത്തുകയാണ്. നമുക്കറിയാം, കൂട്ടിലടച്ച് വളർത്തുന്ന ഏതൊരു ജീവജാലങ്ങൾക്കും സസ്യങ്ങൾക്ക് ജീവനുണ്ട്. അത് നമ്മളെപ്പോലെ നടക്കാനൊക്കുന്നില്ല, അതുപോലെ തന്നെ നമ്മളുമായിട്ട് ആശയവിനിമയം ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ സസ്യങ്ങൾക്ക് ജീവനുണ്ട്. അത് ആഹാരം വലിച്ചെടുക്കുന്നുണ്ട്, ആഹാരം പാചകം ചെയ്യുന്നുണ്ട്, ഒപ്പം പ്രത്യുൽപാദനം നടത്തുന്നുണ്ട്. അപ്പം ഇത് അതിൻ്റെ ഒരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ ചാക്കിലോ ചട്ടിയിലോ ഗ്രോ ബാഗിലോ വളർത്തുന്ന സസ്യങ്ങൾക്ക് സന്ദർഭോചിതമായി ഒരു നിശ്ചിത കാലയളവിൽ വളപ്രയോഗം നടത്തണം, ഒപ്പം ജലസേചനവും നടത്തണം. അതിന് കഴിയുമെങ്കിൽ, അതിന് മനസ്സുണ്ടെങ്കിൽ മാർഗമുണ്ട്. അതിന് കഴിയുമെങ്കിലും മനസ്സുണ്ടെങ്കിലും മാത്രമേ നമ്മൾ ഇത്തരത്തിലുള്ള കൃഷിയിൽ ഏർപ്പെടാവൂ എന്നുള്ളതൊരു സത്യം തന്നെയാണ്. കാരണം പ്രകൃതിക്ക് അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ ഒരു സത്യമാണ്. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികളെ നമ്മൾ എടുത്ത് അതിന് വളരെയധികം ദുഃഖകരമായ ഒരു അവസ്ഥയിൽ വളർത്തിയെടുക്കുകയാണെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ അല്ലെങ്കിൽ പ്രകൃതിയുടെ തിരിച്ചടി നമ്മുടെ മേൽ പതിക്കും എന്ന കാര്യം നമ്മൾ മറക്കരുത്. അത് ജീവജാലങ്ങളും എന്ന് പറയുമ്പോഴും മനുഷ്യർ മാത്രമല്ല, മൃഗങ്ങൾ മാത്രമല്ല, സസ്യലതാദികളും ജീവജാലങ്ങളാണെന്ന കാര്യം നമ്മൾ ഓർക്കണം. അപ്പോൾ നമുക്ക് മാങ്ങാഞ്ചി നടന്നതിലേക്ക് നമുക്ക് തിരിയാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് ഇതേപോലെ ഒരു ചാക്കാണ്. ചാക്കിന് വലിയ വിലയൊന്നുമല്ല. ഏത് കടകളിൽ നിന്നും നമുക്ക് ചാക്ക് ഫ്രീ ആയിട്ട് ലഭിക്കും. 5 പൈസ പോലും കൊടുക്കേണ്ട കാര്യമില്ല. ഈ ചാക്ക് നമ്മൾ അകത്തോട്ട് മടക്കുക. സാധാരണ എല്ലാവരും പുറത്തോട്ടാണ് മടക്കുന്നത്, പക്ഷേ നമ്മൾ മടക്കി വെക്കുന്നത് അകത്തോട്ടാണ്. നമ്മൾ ചാക്ക് അകത്തോട്ട് ആണ് നമ്മൾ മടക്കുക. അപ്പോൾ ഒരു പ്രയാസവുമില്ല. നമ്മൾ ചാക്ക് അകത്തോട്ട് മടക്കുക. മാങ്ങാഞ്ചിക്ക് മഞ്ഞളിനെക്കാട്ട് കുറച്ചുകൂടെ ഉയരത്തിൽ വളർച്ചയുണ്ട്. അതുകൊണ്ട് അത് കണക്കാക്കിയാണ് നമ്മൾ വെക്കാൻ. കാണാം, ചാക്ക് റെഡിയായി. ഇങ്ങനെ ചാക്ക് നമ്മൾ മടക്കി, ഒരു പ്രയാസമില്ലാതെ നമ്മൾ ചാക്ക് മടക്കി. അല്പസമയം ചിലവഴിക്കാൻ പറ്റുന്ന ആർക്ക് വേണമെങ്കിലും ചാക്കിലൂടെ കൃഷി ചെയ്യാം, യാതൊരു പ്രയാസവുമില്ല. ഇപ്പോൾ ചാക്ക് റെഡിയായി. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ നേരത്തെ തന്നെ കൊണ്ടിട്ടിരിക്കുന്ന കരിയില ഇതിനകത്ത് നമ്മൾ നിറയ്ക്കാൻ പോവുകയാണ്. കരിയില നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള കരിയില നമ്മൾ നിറയ്ക്കാൻ പോവുകയാണ്. നമ്മൾ ചാക്കിൻ്റെ മുക്കാൽ ഭാഗം നമ്മൾ കരിയിൽ നിറച്ചു. അതിൻ്റെ ആവശ്യമുള്ള മുക്കാൽ ഭാഗം കരിയിൽ നിറച്ചു. ഇനിയിപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം, ഈ ചാക്കിൻ്റെ കരിയിലയുടെ മുകളിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മണ്ണുണ്ട്, അരിച്ച മണ്ണാണ്. ഇത് നമ്മൾ ഇടുവാണ്. ശ്രദ്ധിച്ചോണം. ഇത് നമ്മൾ ഇട്ട് കൊടുക്കും. മുക്കാൽ ഭാഗം നമ്മൾ മണ്ണിട്ട് കൊടുക്കും. അപ്പം മുക്കാൽ ഭാഗം നമ്മൾ മണ്ണിട്ട് കൊടുത്തു. ഇനി നമ്മൾ ഈ മാങ്ങ ഇഞ്ചി നടുകയാണ്. കണ്ടോ, ഇത് മാങ്ങ ഇഞ്ചിയാണ്.
ഇത് ഈ മാങ്ങായിഞ്ചി ഇപ്പോൾ ഇത്രയും മാങ്ങായിഞ്ചി മതി നമുക്ക്. ഇത് ഏതാണ്ട് ഒരു 15 കിലോ മാങ്ങായിഞ്ചി ഈ ചാക്കി നമുക്ക് ഉൽപ്പാദിപ്പിക്കാം. ധാരാളമായിട്ട് മാങ്ങായിഞ്ചി ഉണ്ടാകും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മഞ്ഞളിനെ പോലെ നമുക്ക് ഉണങ്ങി സൂക്ഷിക്കാൻ പറ്റത്തില്ല. ഇത് പച്ചയ്ക്ക് തന്നെ ഉപയോഗിക്കാനേ പറ്റും. ഉണങ്ങി സൂക്ഷിക്കാനോ ഒന്നും ഇത് പറ്റത്തില്ല. പച്ചയ്ക്ക് തന്നെ നമുക്ക് സൂക്ഷിക്കാം. അപ്പോൾ ഇത് കിളച്ചെടുക്കുന്നുണ്ട്. ഇത് ഏകവാർഷിക വിളയാണ്. അതുകൊണ്ട് തന്നെ ഇത് കിളച്ചെടുക്കുമ്പോൾ ഇത് വിള പാകമാകുമ്പോൾ ഇതിൻ്റെ ഇലയെല്ലാം കലയെല്ലാം കരിഞ്ഞു പോകുന്നതിനെ പാകമായി. അന്നേരം നമുക്കിത് കിളച്ചെടുക്കാം. കിളച്ചെടുത്ത് വേരുമെല്ലാം കളഞ്ഞ ശേഷം മൺകലത്തിനകത്ത് അല്പം ആറ്റുമണൽ ഇട്ടതിന് ശേഷം ഇത് അടുക്കിയിട്ട് വീണ്ടും അല്പം ആറ്റുമണൽ ഇട്ടിട്ട് നമുക്ക് എത്ര കാലം വേണമെങ്കിലും ഇത് നമുക്ക് അടുക്കള ഉപയോഗത്തിന് വേണ്ടി നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ നമുക്കിത് സൂക്ഷിക്കാം. അപ്പോൾ നമ്മൾ നടുക എന്ന് വെച്ചാൽ ഇതൊന്നും ചെയ്യുന്നില്ല. നമ്മളിത് സെൻറ്റർ ഭാഗത്ത് നമ്മൾ ചാക്കിൻ്റെ മധ്യഭാഗത്ത് നമ്മൾ വെച്ച് കൊടുത്തു. ഇതിൻ്റെ ഉണ്ടയാണ്. ഇത് വേണ്ട, ഇത് ഒന്നുകൂടെ വെച്ചാൽ മതി, 2 വെച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട. ഇങ്ങനെ നമ്മൾ വെച്ചതിന് ശേഷം നമ്മൾ ചെയ്യുന്നത്, വീണ്ടും കുറച്ച് മണ്ണ് അതിൻ്റെ മുകളിൽ ഒരു 1/2 ഇഞ്ച് കനത്തിൽ മണ്ണ് വീഴണം. 1/2 ഇഞ്ച് കനത്തിൽ മണ്ണ് വീഴണം. 1/2 ഇഞ്ച് കനത്തിൽ മണ്ണ് വീണ ശേഷം ഇനി നമ്മൾ ഈ മാങ്ങായിഞ്ചി ഉൾപ്പെടെയുള്ള പിന്നെ സുഗന്ധവ്യഞ്ജനങ്ങൾ നടുമ്പോൾ, മാങ്ങായിഞ്ചി, ഇഞ്ചി, അതുപോലെ തന്നെ കച്ചോലം, ഇതൊക്കെ നമ്മൾ നടുമ്പോൾ ഈ വിത്തിൻ്റെ മുകളിൽ പുതയിടുക എന്ന് പറയും. എന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് കരിയില വാരിയിടണം. കുറച്ച് കരിയില നമ്മൾ വാരിയിട്ടു. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ, ഈ മാങ്ങായിഞ്ചി ഉൾപ്പെടെയുള്ള സുഗന്ധവ്യഞ്ജനങ്ങളുടെ കിഴങ്ങുകൾ മണ്ണ് കട്ടിയായി കഴിഞ്ഞാൽ അതിൻ്റെ വളർച്ച മുരടിക്കും. ആ വളർച്ച ഇല്ലാതാക്കാൻ വേണ്ടിയാണ്, ആ വളർച്ച മുരടിപ്പ് മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ കരിയിലിടുന്നത്. കരിയിലിടുന്നുണ്ടേ നേരിട്ടുള്ള ചൂട് ഇതിനകത്ത് ഏക്കത്തില്ല, ഈർപ്പത്തെ നിലനിർത്തും. ഒപ്പം പിന്നെ മണ്ണ് കട്ടിയാവാതിരിക്കാൻ ഇത് സഹായിക്കുന്നുണ്ട്. ഒപ്പം വളവും കൂടിയാണ്. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ മാങ്ങായിഞ്ചിക്ക് നടുന്ന ഉടനെ യാതൊരു വളവും ചെയ്യേണ്ട കാര്യമില്ല. അത് കിളിച്ച് ഏതാണ്ട് ഒരു കുറച്ച് ഇലയൊക്കെ വന്നതിന് ശേഷം നമ്മൾ ഒരല്പം ചാണകം, പച്ചച്ചാണകമായാലും ഉണക്കച്ചാണകമായാലും അത് മാത്രം നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. എല്ലുപൊടിയോ അങ്ങനെയുള്ള യാതൊരു സംഗതികളും നമ്മൾ ഇട്ട് കൊടുക്കണ്ട. ഇനി ചാണകവും കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മുടെ റോഡ് സൈഡിലോ നമ്മുടെ പുരയിടത്തിലോ നിൽക്കുന്ന പച്ചില കുറേശ്ശെ കണ്ടിച്ച് ഓരോ ആഴ്ചയിലും കുറേശ്ശെ പച്ചില ഇട്ട് കൊടുത്ത് മാത്രം മതി. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാരണം, മാങ്ങായിഞ്ചി ആയാലും ഇഞ്ചി ആയാലും അതുപോലെ തന്നെ കച്ചോലോ ആയാലും ചട്ടിയിലോ ഗ്രോ ബാഗിലോ ചാക്കിലോ ആണ് നമ്മൾ വളർത്തുന്നതെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മഴ പെയ്യാത്ത ദിവസങ്ങളിൽ 3 ദിവസത്തിലൊരിക്കലെങ്കിലും നല്ലവണ്ണം വെള്ളം ഒഴിച്ചു കൊടുക്കണം. എങ്കിൽ മാത്രമേ അതിൻ്റെ വളർച്ച ഉണ്ടാവത്തുള്ളൂ. കാരണം കരിയിലയാണ് കൂടുതലുള്ളതുകൊണ്ട് വെള്ളം അതിനകത്ത് തടഞ്ഞു നിർത്താൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ കരിയിലയുടെ വളവും നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ചാണകത്തിൻ്റെ വളവും കൂടി വലിച്ചെടുത്ത് ഏതാണ്ട് ഇത് വിളവ് പാകമാകുമ്പോൾ ഇത് നിറച്ച്, ഈ ചാക്ക് നിറച്ച് മാങ്ങായിഞ്ചി ആയിരിക്കും. അത് നമുക്ക് എടുക്കാനും പാടില്ല. ചാക്കൊന്ന് മറിച്ചിടുന്നുണ്ടേ ഈ നല്ല കൊഴുത്തുരുണ്ട് വലിയ മാങ്ങായിഞ്ചി, സുഗന്ധം വമിക്കുന്ന മാങ്ങായിഞ്ചി തറയിലേട്ട് വീഴും. അത് നമ്മൾ കൈകൊണ്ട് തന്നെ അടർത്തിയെടുത്ത് ഒരു വലിയ മൺകലം, അത് മൺകലം വിൽക്കുന്ന കടകളിൽ ചൊല്ലെങ്കിൽ ഡാമേജായ മൺകലങ്ങൾ നമുക്ക് കിട്ടും. അതിനകത്ത് തോട്ടിലെയോ ആറ്റിലെയോ കുറച്ച് മണ്ണൂടെ ശേഖരിച്ച് കൊണ്ടുവന്ന് ഓരോ ലെയർ മണ്ണും അതിന് മേളിൽ മാങ്ങായിഞ്ചിയും അടുക്കി നമുക്ക് എവിടെങ്കിലും സൂക്ഷിക്കാം. സൂക്ഷിച്ചിട്ട് അവിടെ നിന്ന് നമുക്ക് എടുത്ത് നമ്മുടെ കറികളിൽ ചേർക്കാമെങ്കിൽ സ്വാദിഷ്ടമായ കറി വളരെ എളുപ്പത്തിൽ നമുക്ക് ലഭ്യമാകും. ഇതിലൊക്കെ ഉപരിയായിട്ട് ഈ മാങ്ങായിഞ്ചിയും ഇഞ്ചിയും മഞ്ഞളും കച്ചോലവും ഒക്കെ പരിചരിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഇവയുടെ ആ സമ്പർക്കത്തിലൂടെ നമ്മുടെ ശരീരത്തിൽ ലഭിക്കുന്ന പ്രതിരോധ ശേഷി അതൊരു വലിയ സംഗതിയാണ്. ഒപ്പം ഇവ വളർന്നു നിൽക്കുന്ന ആ സ്ഥലങ്ങളിലെ വിഷാംശത്തെ നിർവീര്യമാക്കാനും അവിടെ ഒരു പോസിറ്റീവ് എനർജി നൽകാൻ സാധിക്കുന്നു. അപ്പോൾ ഇതിന് വെള്ളം ഒഴിക്കുന്ന കാര്യം നമ്മൾ മറക്കരുത്. ഇപ്പം വെള്ളം ഒഴിക്കാൻ കാണിക്കുന്നില്ല, പക്ഷേ വെള്ളം ഒഴിച്ചിരിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ വീഡിയോകൾ കൃഷിയെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക്, കൃഷിക്കാരായ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, അല്ലെങ്കിൽ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവരുടെയും പൂർണ്ണമായ സഹകരണവും പിന്തുണയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.
എല്ലാവർക്കും നന്ദി, നമസ്കാരം.